മറ്റു വാർത്തകളിലേക്ക് CPIM-നെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CPIM-ന്റെ ലക്ഷ്യം അണികളുടെ വികസനം മാത്രമാണ്. കേരളത്തെ ദേശവിരുദ്ധരുടെ താവളമാക്കി CPM. UDF ഭരണത്തിൽ കേരളം അഴിമതിയുടെ കൂത്തരങ്ങായി മാറി എന്നും അദ്ദേഹം വിമർശിക്കുന്നു. 2026-ൽ കേരള ഭരണം പിടിക്കുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന വാർഡ് തല നേതൃസംഗമത്തിൽ കെ സുരേന്ദ്രനെ അമിത്ഷാ പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചു. केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। क्यों केरल की लेफ्ट सरकार ने PFI को प्रतिबंधित नहीं किया और PFI बढ़ता 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 भारत के अन्य हिस्सों में जब गया तब मोदी जी ने PFI को बैन कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया। मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव NDA बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है. BJP-യുടെ പുതിയ ആസ്ഥാന മന്ദിരം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖരൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ചന്തു, ഇന്ന് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരിപാടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വേദിയിലേക്കുള്ള BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം കൂടെയാണ് എന്ന് നമ്മൾ കാണണം. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ വന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. മറ്റെന്തൊക്കെ നടന്നു അവിടെ? സനീഷ്, വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ കൃത്യമായി പറയുകയുണ്ടായിരുന്നു. കാരണം BJP-യുടെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, അവരുടെ ഒരു അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ അവരുടെ ഓഫീസ് ഉദ്ഘാടനമെന്ന് പറഞ്ഞാണ് അമിത്ഷാ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇവിടെയുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത്. വാർഡ് തല നേതൃസംഘമാണ് അദ്ദേഹം പ്രധാനമായും പുത്തരിക്കണ്ടം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്തത്. 4 ജില്ലകളിലുള്ള വാർഡ് തല ടീം അംഗങ്ങൾ ഈ നേതൃസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമായും ഇടതു വലതു മുന്നണികൾ മാറി മാറി കേരളം ഭരിച്ചു. ഈ ഇടതു വലതു മുന്നണികൾ അഴിമതി നടത്തുക മാത്രമാണ് ചെയ്തത്. ജനങ്ങളുടെ വികസനത്തെ പറ്റി അവർ ചിന്തിച്ചില്ല. പ്രത്യേകിച്ച് CPM കേഡറുകളുടെ വികസനമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൻ്റെ വികസനമല്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടൊരു മാറ്റമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ മാറ്റം വേണമെങ്കിൽ NDA അധികാരത്തിലെത്തിക്കണമെന്ന് അദ്ദേഹം ഈ അണികളോട് ആവശ്യപ്പെടുകയുണ്ടായി. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് നേടി വിജയിക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ BJP-ക്ക് കൃത്യമായ ഒരു സാധ്യത ഇവിടെ ഉണ്ടാകും. BJP പ്രധാനമായും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി മാത്രമല്ല, ഇപ്പോൾ ശക്തമായ പാർട്ടി എന്നതാണ് അമിത്ഷാ ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അണികളെല്ലാം അടുത്ത 4 മാസം കൃത്യമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് പ്രധാനമായും അമിത്ഷാ നൽകിയത്. ശരി, നന്ദി ചന്തു വിവരങ്ങൾക്ക്.